എഴുതിയിട്ടുണ്ട് ഓസ്റ്റിൻ ഇംഗ്ലണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓസ്റ്റിൻ ഇംഗ്ലണ്ട്. നമുക്ക് ആ എഞ്ചിനിലൊന്ന് തുറന്ന് നോക്കാം. അത് ഹോണ്, അതിൻ്റെ അത് റൈറ്റ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നോർമലി. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ന് മാവേലിക്കരയിലെ രഞ്ജിത്തേട്ടൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ കാണുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. ആർക്കും പറ്റാത്തൊരു കാര്യമാണ് മകൻ ചെയ്തത്. ആ പഴയ ബെൻസ് ഒന്ന് തരുമെന്ന് ചോദിച്ചാൽ ഓടിക്കും ഇവിടുന്ന്. നമ്മൾ എവിടം വരെ ഓടിക്കാമോ അവിടം വരെ ഓടിക്കും. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കാണാൻ പോകുന്നത് ഓസ്റ്റിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻറ്റും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച ഒരു വാഹനം. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ സോജി ഭായി പറഞ്ഞുതരും. ഹായ്, എൻ്റെ പേര് സോജി എന്നാണ്. ഞാനാണ് രഞ്ജിത്തേട്ടൻ്റെ വണ്ടികൾ ഇപ്പം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നതും വണ്ടി കാര്യങ്ങളെല്ലാം നോക്കുന്നതും ഞാനാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. വർക്ക്ഷോപ്പ് ബേസിക്കലി ചങ്ങനാശ്ശേരിയിലാണ് വർക്ക്ഷോപ്പ്. വിൻറ്റേജിൻ്റെ വണ്ടികൾ മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഫുള്ളി രജിസ്ട്രേഷനാണ് ചെയ്യുന്നത് കൂടുതലായിട്ടും. പിന്നെ പഴയ വണ്ടികൾ എടുത്ത് അതേ രീതിയിൽ തന്നെ ശരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ അതിൻ്റെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 1934 മോഡൽ ഓസ്റ്റിനാണ്. ഓസ്റ്റിൻ്റെ വിവരങ്ങളിലേക്ക് പോവാം. ഇതിൻ്റെ അകത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 1000 cc ആണ് എൻജിൻ വരുന്നത്. സൈഡ് വാൽവ്, 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, സിംഗ്രോമെഷാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ബ്രേക്കാണ്. പിന്നെ ഡോർ തുറക്കുന്നതെല്ലാം നമ്മുടെ നോർമലി തുറക്കുന്നതല്ല. ഇത് ഫ്രണ്ട്, ഇത് റിയർ, ഇങ്ങനെയാണ് അതിൻ്റെ ഡോറിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഓപ്പണിങ്ങിന് ഈ ഒരു ബോൾട്ട് റിട്ടേൺ ചെയ്തിട്ട് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ടാവും. അവിടെ ബോൾട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഗ്ലാസ് നമുക്കിത് പൊക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ സൺറൂഫാണ് ഈ വണ്ടി. സൺറൂഫ് ഓപ്പൺ ചെയ്യാം. സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നത് നോർമലി തിരിക്കുക ചെയ്യണം. അതിപ്പം വർക്കിംഗ് നോർമലി ആയിട്ടില്ല. തിരിച്ച് ഗ്ലാസ് ഇടുന്നു. പിന്നെ ഉള്ളത് ഹാൻഡ് ബ്രേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു ലിവറാണ് വന്നിരിക്കുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് താട്ട് ഹാൻഡ് ബ്രേക്ക്, ഇത് റിലീസിങ്. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, പെഡൽ എല്ലാം ഏറ്റവും ചെറിയ പെഡലുകളാണ്. ആക്സിലേറ്റർ, ബ്രേക്ക്, പിന്നെ ക്ലച്ച്. ഡിമ്മ ബ്രൈറ്റ് എന്ന് പറയാം. അങ്ങനെ അറ്റത്തെ നോബാണ് ഡിമ്മ ബ്രൈറ്റ്. നമ്മൾ കാലുകൊണ്ട് തന്നെ ചവിട്ടി കഴിഞ്ഞാൽ അതിന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമ്മ ബ്രൈറ്റ്. ഗിയർ പൊസിഷൻ ആയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് സെൻട്രലാണ്. ഇൻഡിക്കേറ്റർ ഇത് റൈറ്റ്, ലെഫ്റ്റ്, ദെൻ സ്റ്റോപ്പ്. ഹോൺ വരുന്നത് സെൻട്രൽ ബട്ടൺ. ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞായിരുന്നു. ഹോണ്, ഇൻഡിക്കേറ്റർ ഇതാണ്. ഇൻഡിക്കേറ്റർ ഇത് ഹോണ്, ക്ലോക്കുണ്ട്. പിന്നെ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച്. ഇതിന് താക്കോൽ ഓൺ ചെയ്ത് ഇഗ്നിഷൻ ഓൺ ചെയ്ത് നമ്മുടെ ബട്ടൺ സ്റ്റാർട്ടാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് സ്റ്റോപ്പറാണ്. ഇതാണ് ഒറിജിനൽ മീറ്റർ. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വലിയ ഇലക്ട്രിക്കലായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഹാൻഡ് ബ്രേക്ക് ഇതാണ്. ഹാൻഡ് ബ്രേക്ക് ഇത് അങ്ങോട്ട് ഇങ്ങോട്ടും ഹാൻഡ് ബ്രേക്ക്. ദെൻ ഡിമ്മ ബ്രൈറ്റും ഉണ്ട്. പിന്നെ നോർമലി ആക്സിലേറ്ററിൻ്റെ പെഡൽ, റൈറ്റ് സൈഡ് ആക്സിലേറ്റർ, ദെൻ ബ്രേക്ക്, ദെൻ ക്ലച്ച്. വൈപ്പർ അത് നമ്മൾ അഡീഷണൽ മറ്റേ ഹാൻഡ് ടൈപ്പ് ആയിരുന്നു വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് മോട്ടോർ ടൈപ്പ് ആക്കിയതാണ്. പണ്ടത്തെ ഹാൻഡ് ടൈപ്പ് ആയിരുന്നു വരുന്നത്. ഇപ്പം നോർമൽ ആക്കിയിരിക്കുന്നതാണ്. പിന്നെ വുഡൻ ഫിനിഷിംഗ് ആണ് മൊത്തം നോർമലി വരുന്നത്. ഇതെല്ലാം വുഡൻ ടൈപ്പാണ് വരുന്നത്. ഇവിടെയും വുഡൻ ഡോറിൻ്റെ ഇവിടെ വരുന്നത് ഇതല്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റെപ്പിനി ക്യാരിയർ വരുന്നത്. സ്റ്റെപ്പിനി വെക്കുന്ന ഹോൾഡേഴ്സ് ഇതാണ്. ഫ്യൂൽ ടാങ്കിലേക്കുള്ള ഫ്യൂൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റെപ്പിനി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് റിലീസ് ചെയ്ത് ലഗേജ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് തൽക്കാലം ഇരിക്കണമെങ്കിലൊക്കെ പറ്റും. ഇത് ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ്. ഇത് റിലീസ് ചെയ്യാനായിട്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒരു ചെറുതുണ്ട്. ഒരു ലൈറ്റ് പോലെ ബ്രേക്ക് ലൈറ്റ്, ഏറ്റവും ചെറിയൊരു ലൈറ്റാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് പണ്ട്. പിന്നെ ഇതിൻ്റെ ഡോറിൻ്റെ ലോക്ക് നോർമലി നമ്മുടെ കാറിനെ വിട്ട് തന്നെ ലോക്ക് ചെയ്യുന്ന ടൈപ്പ് ഇതാണ്. ഇല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഇത് ഓപ്പണിങ്, ഇത് ലോക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പൺ ക്ലോസ് ഡോറും ചെയ്തത്. ഇത്
ഓപ്പൺ ചെയ്യുന്നു. അതിനകത്തൂടെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഗ്ലാസ് ഓപ്പണും ക്ലോസിങ്ങും. എൻജിൻ റൂമിനകത്ത് റൂം എയർ ഫിൽട്ടർ, ആൾട്ടർനേറ്റർ നമ്മൾ അഡീഷണൽ ഡൈനാമോ വരേണ്ടത്, ആൾട്ടർനേറ്റർ നമ്മൾ അഡീഷണൽ കയറ്റിയാണ്. ചെറിയൊരു ഹോണ്, റേഡിയേറ്റർ, പിന്നെ ഫ്യൂൽ പമ്പിൻ്റെ എല്ലാം പഴയ മോഡൽ തന്നെ. ബാറ്ററി ഇതിനകത്താണ്, നമ്മുടെ ബാറ്ററിയുടെ ഇത് വരുന്നത് ഇതിനകത്താണ്. പ്ലസ് മൈനസ് ബാറ്ററി വരുന്നത് ഇതിനകത്താണ്. സൈക്കിൾ ടൈപ്പ് റിമാണ്. അതിൽ അതിൻ്റെ കാണാൻ ഡിസൈൻ അതെല്ലാം മേഡാണ്. ഇത് വുഡൻ, ഈ നോർമലി വരുന്നതെല്ലാം ഇവിടെ വുഡൻ ടൈപ്പാണ് വരുന്നത്. വുഡൻ, ഇത് തടിയുടെ ടൈപ്പാണ് വരുന്നത്, വുഡാണ് വരുന്നത്. സൺറൂഫ് ഉണ്ട് വണ്ടിക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ഹാൻഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ സസ്പെൻഷൻ ലീഫാണ്. മറ്റേ നോർമലി ലീഫ് ഇങ്ങനെ വരുന്നത്, ഇത് സ്ട്രെയിറ്റ് ലീഫാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഇതാണ് ലീഫ്. അതെ, ബ്രേക്കിൻ്റെ അത് മെക്കാനിക്കൽ കേബിൾ ടൈപ്പ് ബ്രേക്കാണ് ഇത് വരുന്നത്. കേബിൾ ടൈപ്പാണ് ബ്രേക്ക്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം. അന്നത്തെ കാലത്തെ ഇൻഡിക്കേറ്റർ ചെറിയൊരു ലൈറ്റാണ്. അത് പിന്നെ ഹെഡ്ലൈറ്റ് ഇംഗ്ലണ്ടിലെല്ലാം ചെറിയൊരു ഇതുപോലെയാണ്. പക്ഷേ USB ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിലോട്ടൊരു ചെറിയൊരു വലുപ്പ വ്യത്യാസം കാണും. അത് 8 ഇഞ്ചായിരിക്കും വരുന്നത് മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ ബമ്പറിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഒരു നോർമൽ ഒരു ചെറിയൊരു നല്ല യുണീക്ക് മോഡൽ പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ ഗ്രില്ല്, ഇതിൻ്റെ ഒറിജിനൽ എംബ്ലം ഇത്. പിന്നെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണ്. ഇത് തുറന്ന റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണ്. ഹെഡ്ലൈറ്റ് തന്നെയാണെങ്കിലും ഒറിജിനൽ ഓസ്റ്റിൻ്റെ തന്നെയാണ്. അതിൻ്റെ ആ എംബ്ലം വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ എംബ്ലം ഉണ്ട്, കിങ് ഓഫ്, അതിൽ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുണ്ട് ഓസ്റ്റിൻ, ഇംഗ്ലണ്ട്. ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ 1935 മോഡൽ ഓസ്റ്റിൻ്റെ 10 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. സലൂൺ ബോഡി ടൈപ്പോട് കൂടിയാണ് ഈ ഒരു വാഹനം വന്നിരുന്നത്. 1932 മുതൽ 1947 വരെ ഈ ഒരു വാഹനം മാനുഫാക്ചർ ചെയ്തിരുന്നു. പഞ്ചാബിൽ നിന്നാണ് നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ കൈകളിലേക്ക് ഈ ഒരു വാഹനം എത്തിയത്. പഞ്ചാബിലെ ഒരു ഹെറിറ്റേജ് ഫൗണ്ടിങ് മെമ്പറുടെ കയ്യിൽ നിന്നായിരുന്നു വാഹനം വാങ്ങിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കുവാൻ തീരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കൊണ്ടൊക്കെ അദ്ദേഹം മനസ്സോടു കൂടിയാണ് ഈ ഒരു വാഹനം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു മകളെപ്പോലെയാണ് ഈ ഒരു വാഹനം കണ്ടിരുന്നത്. നല്ലപോലെ സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ കൈകളിലേക്ക് ഈ ഒരു വാഹനം എത്തുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1125 cc ഒരു എൻജിനാണ് വരുന്നത്. 20 bhp അറ്റ് 2600 RPM പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻജിൻ. ഈ ഒരു വാഹനം 2 ഡോറിലും 4 ഡോറിലും ഒക്കെ ആയിട്ട് നിരത്തിലിറങ്ങിയിരുന്നു. കാണാൻ നല്ല ക്യൂട്ടാണ്, ഒരു കുഞ്ഞൻ വാഹനം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കാരിയർ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓസ്റ്റിൻ A30 ആണ്. മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്.